ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിത പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഹരി ഓം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. നമ്മൾ യാജ്ഞവൽക്യ മഹർഷിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മഹിമകളെക്കുറിച്ചും ഒന്ന് ചിന്തനം ചെയ്യുകയായിരുന്നു. അതിൽ അദ്ദേഹത്തിന് വാജസനേയൻ എന്ന പേര് ലഭിക്കുന്നത് വരെയാണ് നമ്മൾ ആമുഖമായി കണ്ടത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തിത്തിരിപ്പക്ഷികളുടെ രൂപത്തിൽ യാജ്ഞവൽക്യ മഹർഷി ഛർദ്ദിച്ച 27 ശാഖകളെയും തിത്തിരിപ്പക്ഷികളുടെ രൂപത്തിൽ വന്ന് പെറുക്കിയെടുത്തു. അങ്ങനെ തൈത്തരീയ ശാഖയുണ്ടായി. വേദവ്യാസ മഹർഷിയിൽ നിന്നും 101 ശാഖയായിട്ടാണ് യജുർവേദം നമ്മളുടെ ഭാരതത്തിന് ലഭിച്ചത്. അതിൽ 59 ശാഖകളെ വേദവ്യാസ മഹർഷി വൃദ്ധവ്യാസൻ എന്ന തൻ്റെ ശിഷ്യനും 27 ശാഖകളെ വൈശമ്പായനൻ എന്ന ശിഷ്യനും പകർന്നു കൊടുത്തു. ബാക്കി 15 ശാഖകൾ സൂര്യദേവനിൽ നിന്നുമാണ് യാജ്ഞവൽക്യ മഹർഷി സ്വീകരിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന് വാജസനേയൻ എന്ന പേര് ലഭിച്ചു. ഈ സൂര്യൻ മധ്യാഹ്ന കാലത്താണ് ഈ 15 ശാഖകളെയും ഉപദേശിക്കുന്നത് യാജ്ഞവൽക്യ മഹർഷിക്ക്, അല്ലേ? ഈ ശാസ്ത്രം കേൾക്കുവാനും പഠിക്കുവാനും മന്ത്രം സ്വീകരിക്കുവാനും ഒക്കെ പ്രത്യേക സമയവും ദേശവും മുഹൂർത്തവും ഒക്കെ പണ്ട് കാലത്ത് നോക്കിയിരുന്നു. അപ്പോൾ സൂര്യദേവനൻ യാജ്ഞവൽക്യ മഹർഷിക്ക്, അല്ലേ, ആർക്കും അറിയില്ല അക്കാലത്ത്, അല്ലേ, തൻ്റെ ഗുരുവായ വൈശമ്പായന മഹർഷിക്ക് വെറും 27 ശാഖകളാണ് അറിയുന്നത്. മറ്റൊരു മഹാത്മാവായ വൃദ്ധവ്യാസന് 59 ശാഖകൾ മാത്രമാണ് അറിയുന്നത്. ഈ മുഴുവനായും 101 ശാഖ യാജ്ഞവൽക്യ മഹർഷിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഉപദേശിക്കുമ്പോൾ, സൂര്യദേവൻ ഉപദേശിക്കുമ്പോൾ ഇത് മധ്യാഹ്ന കാലത്താണ് ഉപദേശിച്ചത്. ആ മുഹൂർത്തം മധ്യാഹ്ന കാലമായിരുന്നു. അതുകൊണ്ട് ഈ 15 ശാഖകളെയും മാധ്യന്തിനി ശാഖ എന്നാണ് പറയുന്നത്. ഇപ്പോഴുമുണ്ട് മാധ്യന്തിനി ശാഖ. പക്ഷേ ഈ 101 ശാഖയും യജുർവേദം മുഴുവനായും ഇപ്പോഴും ഇല്ല. പല പല കാലഘട്ടത്തിൽ അതിന് നാശം സംഭവിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷെ ഉള്ളത് നമ്മൾക്ക് പഠിക്കുവാൻ ശ്രമിക്കാം, യാജ്ഞവൽക്യ മഹർഷിയുടെയും മറ്റു ഗുരു പരമ്പരയുടെയും അനുഗ്രഹം കൊണ്ട്. ഇങ്ങനെ കൃഷ്ണ യജുർവേദം 2 വിഭാഗമായി മാറി. യജുർവേദം 2 വിഭാഗമായി മാറി. ഒന്ന് കൃഷ്ണ യജുർവേദവും മറ്റൊന്ന് ശുക്ല യജുർവേദവുമായി മാറി. അതായത് യാജ്ഞവൽക്യ മഹർഷിയുടെ ഒരു പരമ്പര, വൈശമ്പായന മഹർഷിയുടെ മറ്റൊരു പരമ്പര. അങ്ങനെ യജുർവേദം 2 ശാഖയായി മാറി. യാജ്ഞവൽക്യ മഹർഷിക്ക് അദ്ദേഹം വാജസനേയനായി മാറി. പിന്നീട് അദ്ദേഹം സ്വന്തമായി ഗുരുകുലം നടത്തി. അനേകം ശിഷ്യന്മാർ, ശിഷ്യസമ്പത്തുകളിൽ ഏറ്റവും കേമൻ യാജ്ഞവൽക്യ മഹർഷിയായിരുന്നു. അനേകം ശിഷ്യന്മാരുള്ള ഒരു മഹാത്മാവായിരുന്നു യാജ്ഞവൽക്യ മഹർഷി. യാജ്ഞവൽക്യ മഹർഷിയുടെ പ്രഥമ ഭാര്യ കാത്യായനി എന്നായിരുന്നു ആ മഹതിയുടെ പേര്. നമുക്ക് മാതാവാണ് അവർ ബ്രഹ്മവാദിനിയായിരുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്, അല്ലേ? ബ്രഹ്മവാദിനി എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഇടയിൽ ഉള്ള മഹതി, അതായത് ശാസ്ത്രം അറിയുന്നവൾ, ശ്രേഷ്ഠ. എവിടെ നിന്ന് വേണമെങ്കിലും ശാസ്ത്രം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പറയുവാൻ കഴിവുള്ളവൾ, ഏതൊരു വിദ്വത്സഭയിലും ക്ഷണിക്കപ്പെടുന്നവൾ, അല്ലേ? അങ്ങനെയുള്ളവരെയാണ് ബ്രഹ്മവാദിനി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഉത്തമയായ ഭാര്യയായിരുന്നു കാത്യായനി. ആയിരക്കണക്കിന് ശിഷ്യന്മാരോടൊപ്പം കാത്യായനിയോടും ഒപ്പമാണ് യാജ്ഞവൽക്യ മഹർഷി ഗുരുകുലം നടത്തി വന്നിരുന്നത്. ഈ ശിഷ്യന്മാരുടെ സമ്പത്ത് കണ്ടിട്ട്
അല്ലേ, ഈ ഗുരുവിൻ്റെ മഹിമ അറിഞ്ഞ് പല ദേശങ്ങളിൽ നിന്നും നാനാഭാഗത്തു നിന്നും ശിഷ്യന്മാർ ഗുരുവിൽ ശിഷ്യത്വം സ്വീകരിക്കുവാനായി യാജ്ഞവൽക്യ മഹർഷിയുടെയും കാത്യായനിയുടെയും അടുത്ത് വന്നിരുന്നു. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്തത്ര ശിഷ്യസമ്പത്തായപ്പോൾ അക്കാലത്ത് അത്രയും വലിയ ശിഷ്യസമ്പത്തുള്ള ആരുമില്ലായിരുന്നു. അതുകൊണ്ട് ആ കാലഘട്ടത്തിലുള്ള മഹാത്മാക്കളൊക്കെ യാജ്ഞവൽക്യ മഹർഷിക്ക് ഒരു പട്ടം കൊടുത്തു. അതായത് ഒരു നാമധേയം കൊടുത്തു. ബഹുമാന സൂചകം, ആദര സൂചകം മഹായോഗീശ്വരനായി യാജ്ഞവൽക്യ മഹർഷിയെ അവർ ആരോഹണം ചെയ്തു. അങ്ങനെ മഹായോഗീശ്വരനായിട്ടാണ് യാജ്ഞവൽക്യ മഹർഷി പിന്നീട് ഗുരുകുലം നടത്തി വന്നിരുന്നത്. കാരണം ഈ 101 ശാഖകളും അല്ലെങ്കിൽ യജുർവേദം മുഴുവൻ അറിയാവുന്ന മറ്റാരുമില്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല, സൂര്യനിൽ നിന്നും ഈ ഒരു 15 ശാഖകളെ സ്വീകരിച്ച മറ്റാരുമില്ലായിരുന്നു. അങ്ങനെ മഹായോഗീശ്വരനായി യാജ്ഞവൽക്യ മഹർഷി മാറി. എല്ലാ വിദ്വത് സഭകളിലും യാജ്ഞവൽക്യ മഹർഷിയായിരുന്നു പ്രധാന അതിഥി. വിദ്വത് സഭ എന്ന് വെച്ചാൽ പണ്ഡിതന്മാരിരുന്ന് ശാസ്ത്രം ചർച്ച ചെയ്യുന്ന സഭ, അതാണ് വിദ്വത് സഭ. ആ വിദ്വത് സഭയിൽ എല്ലായിടത്തു നിന്നുള്ള ഗുരുകുലത്തിലെ ആചാര്യന്മാർ വരും, അവരുടെ ശിഷ്യന്മാർ വരും. വാദവും പ്രതിവാദവും ഒക്കെയായി ശാസ്ത്ര ചർച്ച ദിവസങ്ങൾ നീണ്ടു നിൽക്കും. ഇതിൽ ജയിക്കുന്നവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ രാജാവ് കൊടുക്കും. അങ്ങനെയുള്ള ഒരു സമ്പ്രദായം പണ്ട് ഭാരതത്തിലുണ്ടായിരുന്നു. ഇപ്പോഴും ഗുരുകുലങ്ങളിൽ അത് കാണാം. നിങ്ങൾ ശൃംഗേരിയിലൊക്കെ പോയാൽ ഇപ്പോഴും അവിടെ വിദ്വത് സഭ നടക്കുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ വിദ്വത് സഭകളിലും യാജ്ഞവൽക്യ മഹർഷിയായിരുന്നു മുഖ്യ അതിഥി. എവിടെ വിദ്വത് സഭയുണ്ടെങ്കിലും അദ്ദേഹത്തിനെ ക്ഷണിച്ചിരുന്നു. അവിടെയൊക്കെ പോകുന്നിടത്തൊക്കെ അദ്ദേഹത്തിനായിരുന്നു വിജയം. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷിയുടെ പെരുമ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പെരുമ ഇങ്ങനെ നാൾക്ക് നാൾ ലോകം മുഴുവൻ ഇങ്ങനെ കാറ്റുപോലെ പടർന്ന് പന്തലിക്കുകയായിരുന്നു. അങ്ങനെ യാജ്ഞവൽക്യ മഹർഷിയുടെ ഈ പെരുമ മനസ്സിലാക്കിയിട്ട് ഒരിക്കൽ ജനക മഹാരാജാവ്, അല്ലേ, ജനക മഹാരാജാവിനെ അറിയാമായിരിക്കും എല്ലാവർക്കും. അതായത് മിഥില രാജ്യത്തിൻ്റെ അധിപൻ, അല്ലേ, സീതാമാതാവിൻ്റെ പിതാവ്, അല്ലേ, വിദേഹ എന്നായിരുന്നു ആ രാജ്യത്തിൻ്റെ പേര്, അല്ലേ, വിദേഹ രാജൻ എന്നുള്ള പേരൊക്കെ ജനക മഹാരാജാവിനുണ്ടായിരുന്നു. ആ ജനക മഹാരാജാവ് യാജ്ഞവൽക്യ മഹർഷിയെ ക്ഷണിച്ചിട്ട്, തൻ്റെ രാജ്യസഭയിലേക്ക് ക്ഷണിച്ചിട്ട് തന്നെ ശിഷ്യനായി സ്വീകരിക്കണം, തനിക്ക് ബ്രഹ്മവിദ്യ പകർന്നു നൽകണം എന്ന് യാചിക്കുകയാണ് ചെയ്തത്. അതായത് രാജാവ് യാചിച്ചു. അപ്പോൾ ജനക മഹാരാജാവിൻ്റെ ആ ഒരു വിനയം നോക്കൂ. അതുമാത്രമല്ല, യാജ്ഞവൽക്യ മഹർഷിയുടെ മഹിമ മനസ്സിലാക്കൂ. അങ്ങനെ തനിക്ക് ബ്രഹ്മവിദ്യ ഉപദേശിച്ചാലുമെന്ന് യാജ്ഞവൽക്യ മഹർഷിയോട് ജനക മഹാരാജാവ് അഭ്യർത്ഥിച്ചു. ഒരിക്കൽ ജനക മഹാരാജാവിൻ്റെ വിദ്വത്സഭയിൽ പല പണ്ഡിതന്മാരിരുന്ന് സഭ കൂടുകയായിരുന്നു. അപ്പോൾ അതിൽ യാജ്ഞവൽക്യ മഹർഷി മുഖ്യാതിഥി, മറ്റ് നാടുകളിൽ നിന്നൊക്കെ വന്ന പണ്ഡിതന്മാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രാജാവ് വിളംബരം ചെയ്തു, വിജയിക്കുന്നവർക്ക് 1000 പശുമാടുകൾ സമ്മാനമായി നൽകുന്നതായിരിക്കും. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു ശിഷ്യരോട്, സംവാദം തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു ശിഷ്യരോട്, എല്ലാ പശുമാടുകളെയും നിങ്ങൾ കയറഴിച്ച് ഗുരുകുലത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് മറ്റ് മന്ത്രിമാർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ വളരെ ദേഷ്യം വന്നു. യാജ്ഞവൽക്യ മഹർഷിയോട് തർക്കിച്ചു. നിങ്ങൾ വലിയ പണ്ഡിതൻ, ബ്രഹ്മനിഷ്ഠൻ, അല്ലേ, ഒരുപാട് അറിവുണ്ടെന്നുള്ള അഹങ്കാരം, നിങ്ങളിങ്ങനെയാണോ ചെയ്യുന്നത്? ഒരു സഭ കഴിഞ്ഞ് അത് വിജയിയാരെന്ന് പ്രഖ്യാപിച്ചിട്ട് വേണ്ടേ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ? നിങ്ങൾ അഹങ്കാരിയാണ്, അല്ലെ, മഹായോഗീശ്വരൻ എന്ന പട്ടം കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ യാജ്ഞവൽക്യ മഹർഷിയോട് ഈ മറ്റു പണ്ഡിതന്മാർ എന്തിനാണ് ഇങ്ങനെ അഹങ്കാരം കാട്ടുന്നതൊക്കെ ചോദിച്ചു. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, അല്ലയോ മഹാത്മാക്കളെ, അല്ലെങ്കിൽ ജനക മഹാരാജാവിനെയും വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഒരു പശുക്കളെയും ആവശ്യമില്ല. ഞാൻ
എവിടെയും ബ്രഹ്മജ്ഞാനിയാണെന്ന് പറയുന്നുമില്ല. പക്ഷേ എനിക്ക് എൻ്റെ ആയിരക്കണക്കിന് മക്കളെ, എൻ്റെ പുത്രന്മാരെ, എൻ്റെ ശിഷ്യന്മാരെ എനിക്ക് പോറ്റണം. അവരെ വളർത്തുവാൻ എനിക്ക് പശുക്കളും മാടുകളും ധനവും ധാന്യങ്ങളും വേണം. അവർക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. അല്ലാതെ എനിക്ക് ഇതിൽ നിന്നും ഒരു പശുവിനെയോ ഒരു സമ്പത്തുക്കളോ ആവശ്യമില്ല. എനിക്ക് എൻ്റെ 1000 ശിഷ്യന്മാരുടെ വയറോർത്തുകൊണ്ട് അവരുടെ ശരീരം നിലനിർത്തേണ്ടത് ഒരു ഗുരുവെന്ന രീതിയിൽ, പിതാവെന്ന സ്ഥാനം അലങ്കരിക്കുന്ന ഗുരുവെന്ന നിലയിൽ എൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് ദയവായി ക്ഷമിച്ചാലും എന്ന് പറഞ്ഞു. അവരുടെ വിശപ്പ് ഞാൻ മാത്രമേ കേൾക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ധൃതി കൂടിപ്പോയത്. എല്ലാവരും ക്ഷമിച്ചാലും എന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. ജനക മഹാരാജാവിന് വളരെ സന്തോഷമായി. ആ ഗുരുവിൻ്റെ, യഥാർത്ഥ ഗുരുവിൻ്റെ ലക്ഷണം മുഴുവൻ യാജ്ഞവൽക്യ മഹർഷിയിൽ കണ്ടിട്ട് ജനക മഹാരാജാവിന് എങ്ങനെയെങ്കിലും ശിഷ്യനായി മാറിയാൽ മതി എന്ന് പറഞ്ഞ് ആ സഭയിൽ വെച്ച് സാഷ്ടാംഗം പ്രണമിച്ച് ജനക മഹാരാജാവ് പറഞ്ഞു, ഈ 1000 ശിഷ്യന്മാരിൽ ഒരാളായി എന്നെയും, ആയിരക്കണക്കിന് ശിഷ്യന്മാരിൽ ഒരാളായി എന്നെയും മാറ്റണേ എന്ന് യാജ്ഞവൽക്യ മഹർഷിയോട് അപേക്ഷിച്ചുകൊണ്ട് ജനക മഹാരാജാവ് ആ ഗുരുവിൽ പൂർണ്ണമായി ശരണാഗതി പ്രാപിച്ചുകൊണ്ട് ശിഷ്യത്വം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ വിദ്വത്സഭ ഇങ്ങനെ തുടർന്ന് വന്നു. ദിവസങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിദ്വത്സഭകൾ കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഗാർഗി എന്നുള്ള മഹായോഗിനിയും യാജ്ഞവൽക്യ മഹർഷിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ആ വിദ്വത്സഭയിൽ. ഒരിക്കൽ ഗാർഗി ചോദിച്ചു, അല്ലയോ യാജ്ഞവൽക്യ, സൃഷ്ടിക്ക് മുമ്പ് എന്തായിരുന്നു? അതിനുള്ള ഉത്തരം അങ്ങ് പറയൂ. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, സൃഷ്ടിക്ക് മുമ്പ് മഹാപ്രളയമായിരുന്നു. ആ മഹാപ്രളയത്തിന് ശേഷം സർവവും ജലത്തിൽ ലയം പ്രാപിച്ചു. അപ്പോൾ സൃഷ്ടിക്ക് മുമ്പ് സർവവും ജലമായിരുന്നു. ജലത്തിലേക്ക് മഹാപ്രളയത്തിൽ ഒടുങ്ങി എല്ലാം ലയം പ്രാപിച്ചു എന്ന് യാജ്ഞവൽക്യ മഹർഷി മറുപടി പറഞ്ഞു. അപ്പോൾ ഗാർഗി ചോദിച്ചു, ജലത്തിൽ എന്തടങ്ങിയിരിക്കുന്നു? അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, വായു വ്യാപിച്ചിരിക്കുന്നു എന്ന് മറുപടി പറഞ്ഞു. അല്ല, അന്തരീക്ഷം മുഴുവൻ വായു വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഗാർഗി ചോദിച്ചു, ഈ വായുവിൻ്റെ ഉള്ളിൽ എന്താണ്? അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, വായുവിൻ്റെ ഉള്ളിൽ അതിസൂക്ഷ്മമായി നമ്മുടെ കണ്ണിന് കാണാൻ സാധിക്കാത്ത പരമാത്മ ചൈതന്യം ഒളിഞ്ഞിരിക്കുന്നു. പരമാത്മ ചൈതന്യത്തിലാണ് വായു വ്യാപിച്ചിരിക്കുന്നത്, വായു ജലത്തിൽ വ്യാപിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ സർവവും ലയിച്ചിരിക്കുന്നത് പരമാത്മാവിലായിരുന്നു. അതാണ് സൃഷ്ടിക്ക് മുമ്പ് പരമാത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചൈതന്യം വീണ്ടും ഞാൻ സൃഷ്ടിക്കണം എന്നുള്ള സങ്കല്പം കൊണ്ട് ആ പ്രളയം ഭേദിച്ച് സൃഷ്ടി പുനരാരംഭിക്കുകയാണ് ചെയ്തത്. സൃഷ്ടിക്ക് ആദിയുമില്ല അന്തവുമില്ല. എന്ന് സൃഷ്ടി തുടങ്ങിയെന്നും ആർക്കും അറിയില്ല, എന്നിത് അവസാനിപ്പിക്കുമെന്നും ഭഗവാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു. അങ്ങനെ ഗാർഗിയും യാജ്ഞവൽക്യ മഹർഷിയുടെ മഹത്വം മനസ്സിലാക്കി ആ ചോദ്യമെല്ലാം പിൻവലിച്ച് സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ജനക മഹാരാജാവും നമസ്കരിച്ചു. എന്നെ ശിഷ്യനായി സ്വീകരിക്കണമെന്ന് യാജ്ഞവൽക്യ മഹർഷിയോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ ശിഷ്യനായി മാറി. ആ സഭയിൽ വെച്ച് ഒരുപാട് പണ്ഡിതന്മാരിയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജനക മഹാരാജാവിൻ്റെ സഭയിൽ അതിഥിയായി മിത്രൻ എന്ന രാജാവ് ഈ വിദ്വത്സഭ കാണുവാനായി വന്നു. അവരുടെ പുത്രിക്കും ഇതിൽ വളരെ താല്പര്യമുള്ള ആളായിരുന്നു, ശാസ്ത്രത്തിലും വേദ പഠനത്തിലൊക്കെ. അങ്ങനെ ഈ മിത്രൻ എന്ന രാജാവ് അവരുടെ മകളായ മൈത്രേയുടെ ഒപ്പമാണ് ഈ വിദ്വത്സഭയിൽ വന്നത്. അപ്പോൾ ഈ യാജ്ഞവൽക്യ മഹർഷിയുടെ കുറിക്കുകൊള്ളുന്ന മറുപടിയും ഏത് ചോദ്യം എവിടെ നിന്ന് ചോദിച്ചാലും പറയുവാനുള്ള ആ ഒരു പാണ്ഡിത്യവുമെല്ലാം കണ്ടിട്ട് ഈ ജനക മഹാരാജാവും ഗാർഗിയും ഒക്കെ ശിഷ്യത്വം സ്വീകരിക്കുന്നത് കണ്ടിട്ട്
എല്ലാവരും, എല്ലാ പണ്ഡിതന്മാരും, ആ സഭയിലിരിക്കുന്ന സർവരും സാഷ്ടാംഗം പ്രണമിക്കുന്നത് കണ്ടിട്ട് മൈത്രേയി പറഞ്ഞു, എന്നെയും ശിഷ്യയായി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അപ്പോൾ ഈ മിത്രൻ എന്ന പിതാവ് അല്ലേ, മൈത്രേയിയുടെ അച്ഛൻ പറഞ്ഞു, അല്ലയോ മകളെ, നീ കന്യകയാണ് അല്ലേ, നീ ഗുരുകുലത്തിൽ പഠിക്കാൻ പോകേണ്ടത് ബാല്യത്തിലാണ്. നീ അത് മറ്റൊരു ഗുരുകുലത്തിൽ പഠിച്ചു കഴിഞ്ഞു, നിൻ്റെ പഠനം പൂർത്തിയായി, നീ കന്യകയാണ്. ഇനി നിൻ്റെ കർത്തവ്യം ഗൃഹസ്ഥാശ്രമിയായി പുതിയ സന്താനങ്ങൾക്ക് ജന്മം നൽകി അവരിലേക്ക് നീ പഠിച്ച അറിവ് പകർന്നു കൊടുക്കുകയാണ് നിൻ്റെ കർത്തവ്യം. അതുകൊണ്ട് കന്യകയായിരിക്കുന്ന നിന്നെ എങ്ങനെ ഗുരുകുലത്തിൽ ഗുരുനാഥൻ സ്വീകരിക്കും എന്ന് പറഞ്ഞു. വളരെ വിഷമിച്ചു മൈത്രേയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു, യാജ്ഞവൽക്യ മഹർഷിയും പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഗുരുകുലത്തിൽ നിനക്കൊരു മാതാവുണ്ട്, കാത്യായനി എന്നാണ് മാതാവിൻ്റെ പേര്. നീ അവരുടെ അടുത്ത് പോയി ചോദിക്കൂ. അവർ ബ്രഹ്മവാദിനിയാണ്, മഹായോഗിനിയാണ്. അവരുടെ അടുത്ത് പോയി നീ ഇതിനൊരു ഉത്തരം ചോദിക്കൂ. ഞാൻ അറിവ് പകർന്നു തരാൻ തയ്യാറാണ്. അതിലെനിക്ക് ബാല്യമെന്നോ കൗമാരമെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ എന്നുള്ള ഒരു മാനദണ്ഡവുമില്ല. പക്ഷെ സമൂഹം പല വിലക്കുകൾ കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നീ കാത്യായൻ്റെ അടുത്ത് പോയി ഉത്തരം ചോദിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മിത്രൻ എന്ന രാജാവും മൈത്രേയും കൂടെ കാത്യായനിയെ കാണാൻ വന്നു. അപ്പോൾ കാത്യായനി പറഞ്ഞു, നീ ബാല്യം വിട്ട് കൗമാരത്തിലെത്തിയത് കൊണ്ട് നിൻ്റെ ഈ പ്രായം തടസ്സമായിരിക്കുന്നതുകൊണ്ട് നീ വിഷമിക്കണ്ട, നീ യാജ്ഞവൽക്യ മഹർഷിയെ പതിയായി സ്വീകരിക്കൂ. അപ്പോൾ നിനക്ക് ഭാര്യയായി പത്നിയായി ഗുരുകുലത്തിൽ വസിക്കാം. അപ്പോൾ സമൂഹവും നിന്നെ കുറ്റപ്പെടുത്തില്ല, നിനക്ക് ആ മാനദണ്ഡത്തിൽ നിൽക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ കാത്യായനിയുടെ സമ്മതം കൊണ്ടാണ് യാജ്ഞവൽക്യ മഹർഷി മൈത്രേയിനെ പത്നിയായി സ്വീകരിക്കുന്നത്. അതായത് പത്നി എന്നുള്ള മറ്റൊരു ഭാവവുമേ ഇല്ല, ശിഷ്യയായി തന്നെ സ്വീകരിച്ചു അല്ലേ. അങ്ങനെ അവർ എല്ലാവരും കൂടെ ഗുരുകുലത്തിൽ വസിച്ചു. മൈത്രേയിയും കാത്യായനിയും യാജ്ഞവൽക്യ മഹർഷിയും മറ്റ് അനേകായിരം ശിഷ്യന്മാരും എല്ലാവരും കൂടെ ശിഷ്യഭാവത്തോടു കൂടി തന്നെ പത്നിയായി മൈത്രേയിയും അവിടെ നിന്നു വിദ്യ അഭ്യസിച്ചു. കാരണം മൈത്രേയി അത്രയും പുണ്യവതിയാണ്, അത്രയും ശിഷ്യഭാവവും ശരണാഗതിയും ഉള്ള ആ ഉത്തമയായ ശിഷ്യയായതുകൊണ്ട് രണ്ടാമതൊന്നും ആലോചിക്കാതെ എന്താണോ കാത്യായനി പറഞ്ഞത് അത് സ്വീകരിച്ചുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി പത്നിയായി മൈത്രേയിനെ സ്വീകരിച്ചു. അങ്ങനെ യാജ്ഞവൽക്യ മഹർഷി ഗുരുകുലം ഇങ്ങനെ തുടർന്നു വന്നു. ജനക മഹാരാജാവിൻ്റെ അടുത്ത് പോകും. വിദേഹ രാജ്യത്ത് പോയി ഇവർ ധാരാളം ചർച്ചകളെടുത്തും ഇടയ്ക്കിടയ്ക്ക് വിദ്വത്സഭകൾ നടത്തും. അങ്ങനെ ശാസ്ത്രം മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. ജനക മഹാരാജാവ് ഒരുപാട് ദാനം ചെയ്ത് ഗുരുകുലം നടത്തുവാനും ഈ ശിഷ്യന്മാരെയൊക്കെ പോറ്റുവാനുമുള്ള സമ്പത്തൊക്കെ ജനക മഹാരാജാവ് കൊടുത്തുകൊണ്ടേയിരുന്നു. ജനക മഹാരാജാവിന് ആത്മജ്ഞാനം മുഴുവൻ ഉപദേശിച്ചു. അങ്ങനെ യാജ്ഞവൽക്യ മഹർഷി ജനക മഹാരാജാവിന് യാജ്ഞവൽക്യ മഹർഷിയെ പിരിയുവാൻ സാധിക്കാത്തത്ര അവർ ആത്മബന്ധുക്കളായി മാറി. അപ്പോൾ ഈ പഠനമെല്ലാം കഴിഞ്ഞ് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ അങ്ങേക്ക് പറഞ്ഞു നൽകി, ഇനി ഞാൻ എപ്പോഴും ഇങ്ങനെ വന്ന് അങ്ങേ പാഠം അഭ്യസിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം മറ്റു ശിഷ്യന്മാർ അവരുടെ കാര്യവും എനിക്ക് നോക്കണമല്ലോ എന്ന്. അപ്പോൾ ജനക മഹാരാജാവിന് ഗുരുവിനെ വിട്ടുപിരിയാൻ പറ്റാത്തത്ര ദുഃഖത്തിലാഴ്ന്നു പോയി ജനക മഹാരാജാവ്. ഇത്രയും ദുഃഖം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. അത്ര വിഷമിച്ചു, ഞാൻ എങ്ങനെ ഗുരുവിനെ പിരിയും എന്ന്. അപ്പോൾ യോഗീശ്വരനായ യാജ്ഞവൽക്യ മഹർഷി ഈ ശിഷ്യൻ്റെ ശരണാഗതി കണ്ടിട്ട്, ആ സ്നേഹം കണ്ടിട്ട് എന്ത് ചെയ്തു, തൻ്റെ യോഗസിദ്ധിയിലൂടെ ഒരു അങ്കുലീയം എന്ന് വെച്ചാൽ മോതിരം, ഒരു അങ്കുലീയത്തിന് ജനക മഹാരാജാവിന് സമ്മാനിച്ചു. എന്നെ കാണാൻ തോന്നുമ്പോൾ നീ ഇതിൽ നോക്കിയാൽ മതി, ഈ മോതിരത്തിലേക്ക് എന്നെ ഓർത്തുകൊണ്ട് സ്മരിച്ചാൽ മതി, എന്നെ ദർശിക്കുവാൻ അങ്ങയ്ക്ക് സാധിക്കുമെന്ന് ജനക മഹാരാജാവിന് ഒരു സമ്മാനം കൊടുത്തു
യാജ്ഞവൽക്യ മഹർഷി. അപ്പോൾ ജനക മഹാരാജാവ് ചോദിച്ചു, ഇത് ആരെ നനച്ചാലും ആരെ നോക്കിയാലും അത് കാണാൻ സാധിക്കുമോ എന്ന്. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, എന്നെ മാത്രമല്ല, അങ്ങ് ആരെ നനച്ചുകൊണ്ട് ഈ മോതിരത്തിലേക്ക് നോക്കിയാലും ആ നനയ്ക്കുന്നയാളെ, ഓർക്കുന്നയാളെ കാണാൻ സാധിക്കും എന്ന വരവും ആ ഉത്തമ ശിഷ്യൻ ചോദിച്ച വരം മുഴുവൻ കൊടുത്തു. ഇത് വരം കൊടുക്കുന്നതിന് മുമ്പൊക്കെ ഇത് ഗുരു പരീക്ഷണം നടത്തിയിരുന്നു ജനക മഹാരാജാവിൻ്റെ അടുത്ത്. താൻ ഉത്തമ ശിഷ്യനാണോ, പൂർണ്ണമായ ശരണാഗതി ഉണ്ടോ എന്നൊക്കെ. അതായത് ഒരിക്കൽ യാജ്ഞവൽക്യ മഹർഷി ജനക മഹാരാജാവിനെ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രവിജ്ഞാന ചർച്ച നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ ഈ യോഗസിദ്ധി കൊണ്ട് ആ കൊട്ടാരം മുഴുവൻ എരിച്ചു കളയും. അപ്പോൾ എല്ലാ 4 ഭാഗത്തു നിന്നും അലറി വിളിക്കുന്നു, മന്ത്രിമാർ വരുന്നു, ഭൃത്യന്മാർ വരുന്നു, കൊട്ടാരം കത്തി നശിക്കുന്നു, രാജാവേ അങ്ങ് വരൂ, രക്ഷപ്പെടാനായിട്ട് വരൂ എന്ന്. അവിടെയുള്ളവരൊക്കെ ഓടി രക്ഷപ്പെടുന്നു. പക്ഷേ യാജ്ഞവൽക്യ മഹർഷിയുടെ മുന്നിൽ നിന്നും ശിഷ്യൻ 1 ഇഞ്ച് പോലും അനങ്ങാതെ യാജ്ഞവൽക്യ മഹർഷിയുടെ പാഠം കേട്ടുകൊണ്ട് ബാക്കി ലോകത്ത് നടക്കുന്ന ഒരു പ്രളയങ്ങളും അഗ്നിബാധയും ജനക മഹാരാജാവ് അറിഞ്ഞതേയില്ല, ബാധിച്ചതേയില്ല അദ്ദേഹത്തിന്. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷിക്ക് മനസ്സിലായി, ഞാൻ പഠിപ്പിച്ചതൊക്കെ യഥാർത്ഥ ജ്ഞാനത്തെ ജനക മഹാരാജാവ് സ്വീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ശരീരവുമായിട്ടോ രാജ്യവുമായിട്ടോ ഒരുവിധ മമതയുമില്ലാതെ അദ്ദേഹം പ്രതികരിച്ചത്. അതുകൊണ്ട് നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മായയെ മാറ്റി, ഈ അഗ്നിബാധ എന്ന മായയെ മാറ്റി അദ്ദേഹം യോഗസിദ്ധി കൊണ്ട് പരീക്ഷിച്ചതായിരുന്നു. അതിനെ മാറ്റി രാജ്യം പൂർവ്വസ്ഥിതിയിലായി. അപ്പോൾ ആ ശിഷ്യൻ്റെ ആ ഉത്തമ ഗുണത്തെ കണ്ടിട്ട് ഗുരു അങ്കുലീയം കൊടുത്തു, വരവും കൊടുത്തു, സർവ അനുഗ്രഹവും കൊടുക്കുകയായിരുന്നു ചെയ്യുന്നത്. ഈ മോതിരമാണ് ജനക മഹാരാജാവ് ഭഗവാൻ രാമൻ്റെയും സീതാമാതാവിൻ്റെയും വിവാഹത്തിന് രാമന് അണിയിച്ചു കൊടുത്ത മോതിരം. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും രാമായണത്തിലെ ഈ കഥ. ഹനുമാൻജി സീതയെ കാണുവാനായി ലങ്കയിൽ പോയപ്പോൾ ഇതേ മോതിരമാണ് ഭഗവാൻ രാമൻ ഹനുമാൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടത് അല്ലേ? അങ്കുലീയം. ഈ ഭഗവാനെ മനസ്സിലാകുക, അതായത് ഹനുമാൻജിയെ ഇതുവരെ സീത കണ്ടിട്ടില്ല. അപ്പോൾ രാവണൻ മായ സ്വീകരിച്ചുകൊണ്ട് ഹനുമാനായി വേഷം കെട്ടിയതാണോ എന്ന് അറിയില്ല. അതുകൊണ്ട് ആദ്യം വിശ്വസിച്ചില്ല സീതാമാതാവ്. അപ്പോൾ ഹനുമാൻജി എന്തു ചെയ്തു? ആ മോതിരം കാണിച്ചു കൊടുത്തപ്പോൾ ആ അടയാളം, തൻ്റെ പിതാവ് ജനക മഹാരാജാവ് രാമന് കൊടുത്ത മോതിരമാണിത്, വിവാഹ സമ്മാനമാണത്. അപ്പോൾ സീതാമാതാവ് എന്ത് ചെയ്തു? ആ മോതിരം അതിലൂടെ ഭഗവാനെ നനച്ചുകൊണ്ട് മോതിരത്തിലേക്ക് ദർശിച്ചപ്പോൾ ഭഗവാനെ കാണാൻ സാധിച്ചത്. ആ യാജ്ഞവൽക്യ മഹർഷി കൊടുത്ത ആ മോതിരമാണ് രാമായണത്തിലെ ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്നത്. അത്രയും മഹായോഗിയായിരുന്നു യാജ്ഞവൽക്യ മഹർഷി. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷിയുടെ കഥകൾ പറഞ്ഞാൽ തീരില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥം ഏതെന്ന് വെച്ചാൽ യാജ്ഞവൽക്യ സ്മൃതിയാണ്. അതായത് ധർമ്മഗ്രന്ഥം. എങ്ങനെയാണ് ഒരു ബ്രഹ്മചാരി, ഒരു ഗൃഹസ്ഥൻ, ഒരു വാനപ്രസ്ഥി, ഒരു സന്യാസി ഈ 4 ആശ്രമങ്ങളിലും എങ്ങനെ ജീവിക്കണം, എങ്ങനെ ധർമ്മത്തോടുകൂടി ജീവിക്കണം എന്ന് പഠിപ്പിച്ചു തരുന്ന ധർമ്മ പുസ്തകമാണ് യാജ്ഞവൽക്യ സ്മൃതി. അത് 3 അധ്യായങ്ങളായിട്ടാണ് അദ്ദേഹം അതിനെ വിവരിച്ചിരിക്കുന്നത്. ആചാര്യ അധ്യായം, വ്യവഹാര അധ്യായം, പ്രായശ്ചിത്ത അധ്യായം എന്ന് പറഞ്ഞ് 3 അധ്യായങ്ങൾ, അനേകം ശ്ലോകങ്ങളുണ്ടത്. അതുപോലെ തന്നെ യാജ്ഞവൽക്യ മഹർഷിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് ശതപഥ ബ്രാഹ്മണം എന്ന് പറഞ്ഞത്. ബ്രഹ്മവിദ്യയാണ് അതിൽ മുഴുവൻ ഉപദേശിക്കുന്നത്. അങ്ങനെ ഒരിക്കൽ ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് ഒരിക്കൽ അദ്ദേഹത്തിന് തോന്നലുണ്ടായി. അങ്ങനെ യാജ്ഞവൽക്യ മഹർഷി എന്ത് ചെയ്തു? ഈ ഋഷി എന്നുള്ള സ്ഥാനം മാറ്റി തനിക്കിനി സർവ്വതിനെയും ഉപേക്ഷിച്ച് സന്യാസിയാകണമെന്നുള്ള സങ്കല്പമുണ്ടായി. അങ്ങനെ തൻ്റെ ശിഷ്യന്മാരെയൊക്കെ വിളിച്ചു വരുത്തി
കാത്യായനിയെയും ഗുരുകുലത്തിലുണ്ടായിരുന്ന മൈത്രേയിയെയും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സ്വത്തെല്ലാം പിരിച്ച് അല്ലെ, എന്തൊക്കെ ഈ വിദ്വത്സഭകളിലൂടെ സമ്മാനമായി കിട്ടിയോ, എന്തൊക്കെയുണ്ടോ നമ്മുടെ ഗുരുകുലത്തിൽ, അതൊക്കെ ഇനി രണ്ടായി പിരിച്ച് നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഇനി ഗുരുകുലം നടത്തണം, നിങ്ങൾക്ക് ബാക്കിയുള്ള കാലം ജീവിക്കാനുള്ളതും തന്നുകൊണ്ട് ഞാനിനി ഈ തൻ്റെ ധർമ്മം എല്ലാം പൂർത്തിയായി, ഇനി എനിക്ക് കർമ്മം ചെയ്യാൻ വയ്യ, ഞാനതിൽ എൻ്റെ ജീവിതം മുഴുവൻ ഇനി തപസ്സിനായി മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞ് ഈ 2 ഭാഗങ്ങളായി പിരിച്ചു കൊടുക്കുവാൻ തീരുമാനിച്ചു. കാർത്യായനിക്ക് ഒരു ഭാഗം കൊടുത്തു. ആ മഹായോഗിനി ഒന്നും മിണ്ടാതെ അതിനെ സ്വീകരിച്ചു. കാരണം എന്താണ് യാജ്ഞവൽക്യ മഹർഷി സങ്കല്പിക്കുന്നതെന്ന് അറിയുവാനുള്ള അത്ര ശ്രേഷ്ഠയായ ഒരു പത്നിയായിരുന്നു കാർത്യായനി. അതിനെ സ്വീകരിച്ചു. അദ്ദേഹം ഗുരുകുലം പിന്നീട് തുടർന്ന് വന്നത് കാർത്യായനിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മൈത്രേയി പറഞ്ഞു, അല്ലയോ ഗുരു, അല്ലയോ നാഥ, എനിക്ക് ഇത് സ്വീകരിച്ചുകൊണ്ട് എനിക്ക് പൂർവ്വസ്ഥിതിയിൽ ജീവിക്കുവാനുള്ള അത്ര ശേഷി എനിക്കില്ല. എന്താണ് അങ്ങ് ഇതെല്ലാം ഉപേക്ഷിച്ച് പോകാൻ കാരണം? ഈ സ്വത്ത് എന്നെ പാതി കാക്കുമോ? ഈ പാതി സ്വത്ത് എന്നെ മരണം വരെ കാക്കുമോ എന്ന് മൈത്രേയി ചോദിച്ചു. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, സ്വത്ത് നിന്നെ കാക്കില്ല, പിന്നെ അങ്ങ് എന്താണ് പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. അല്ലയോ മൈത്രേയി, അവനവൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അവനവൻ ഓരോ കർമ്മം ചെയ്യേണ്ടത്. ആ തൃപ്തി ലഭിക്കുവാനായി ഞാൻ സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. എനിക്ക് കടമകളെല്ലാം തീർന്നു, ഇനി കർമ്മം ചെയ്യുവാൻ എനിക്ക് താല്പര്യമില്ല, കർമ്മങ്ങൾ ഉപേക്ഷിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ മൈത്രേയി ചോദിച്ചു, എനിക്കും ആത്മജ്ഞാനം നൽകിയിട്ട് അങ്ങ് ദയവായി പോയാലും എന്ന് മൈത്രേയി അപേക്ഷിച്ചു. അപ്പോൾ മൈത്രേയിയുടെ ആ ചോദ്യവും അതിനുള്ള സങ്കല്പവും സത്യമാണെന്ന് മനസ്സിലാക്കി യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, ശരി, ഞാൻ നിനക്ക് അവസാനമായി ഒരിക്കൽ കൂടി ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്ത്, എങ്ങനെ ജ്ഞാനനിഷ്ഠയിലേക്ക് ഉയരാം, എങ്ങനെ മോക്ഷപ്രാപ്തി ലഭിക്കും, എങ്ങനെ എല്ലാം ഉണ്ടായാലും ഒന്നുമില്ലെങ്കിലും എങ്ങനെ നിനക്ക് കാർത്യായനി സ്വീകരിച്ചതുപോലെ എങ്ങനെ നിനക്ക് സന്തുഷ്ടയായി തൃപ്തയായി ജീവിക്കാൻ സാധിക്കും എന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരും, എങ്ങനെ ശാശ്വതമായി ഇരിക്കുവാനുള്ള മാർഗം ഉപദേശിച്ചിട്ട് ഞാൻ പോകും എന്ന് മൈത്രേയിയോട് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. അപ്പോൾ മൈത്രേയിയും ചോദിച്ചു, അല്ലയോ ഗുരു, എനിക്ക് മറ്റൊന്നും വേണ്ട, സമ്പത്ത് വേണ്ട, മറ്റ് സ്ഥാനമാനങ്ങളോ ഐശ്വര്യങ്ങളോ ഒന്നും വേണ്ട, അങ്ങുണ്ടെങ്കിലും അങ്ങ് കൂടെ ഇല്ലെങ്കിലും, സ്വത്തുണ്ടെങ്കിലും സർവ്വതും നഷ്ടപ്പെട്ടാലും എങ്ങനെ ശാശ്വതമായി ഇരിക്കാം എന്നുള്ള മാർഗം ദയവായി അങ്ങ് ഉപദേശിച്ചിട്ട് പോയാലും എന്ന് പറഞ്ഞു. അങ്ങനെ യാജ്ഞവൽക്യ മഹർഷിക്ക് വളരെ സന്തോഷമായി. യാജ്ഞവൽക്യ മഹർഷി തത്വോപദേശം മുഴുവൻ മൈത്രേയിക്ക് ഉപദേശിച്ചു കൊടുത്തു. മൈത്രേയിയും യാജ്ഞവൽക്യ മഹർഷി എന്ത് ചെയ്തു? മൈത്രേയിനെയും ബ്രഹ്മനിഷ്ഠയായ മഹായോഗിനിയായി മാറി. ആ ഉപദേശം മുഴുവൻ ഉള്ള ഭാഗമാണ് ബൃഹദാരണ്യക ഉപനിഷത്ത് എന്ന പേരിൽ നാം ഇപ്പോൾ കാണുന്നത്, അല്ലേ? ആ ദശോപനിഷത്തുക്കളിൽ ഏറ്റവും ബൃഹത്തായ ഉപനിഷത്താണ് ബൃഹദാരണ്യം. അത് ഇവർ തമ്മിലുള്ള തത്വോപദേശ സംവാദമാണുള്ളത്. അങ്ങനെ യാജ്ഞവൽക്യ മഹർഷി തൻ്റെ കടമകളെല്ലാം തീർന്ന് മൈത്രേയിനെയും ബ്രഹ്മനിഷ്ഠയാക്കി ആ മോക്ഷത്തിലേക്ക് പടിപടിയായി ഉയർത്തിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ആ ഗുരുകുലം വിട്ട് പിന്നെ വനത്തിലേക്ക് പോവുകയാണ്. പിന്നെ അദ്ദേഹത്തിനെ ആരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ആ പ്രകൃതിയുമായി ഒന്നായി യോഗനിഷ്ഠനായി ആ പരമാത്മാവുമായി ഏകീഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും മദ്രാസിലെ പല്ലാപുരം എന്ന സ്ഥലത്ത് യാജ്ഞവൽക്യ മഹർഷിക്ക് ക്ഷേത്രമുണ്ട്.
കാഞ്ചി മഹാപെരിയവരുടെ സങ്കല്പം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അവിടെ ഈ യജുർവേദികളാണ് ആ ഭാഗത്ത് ധാരാളമുള്ളത്. അവർ യാജ്ഞവൽക്യ മഹർഷിക്ക് ക്ഷേത്രം പണിതിട്ടുണ്ട്. യാജ്ഞവൽക്യ മഹർഷിയുടെ ക്ഷേത്രം ഉള്ളതായി കരുതപ്പെടുന്നത് അവിടെ മാത്രമാണ്. യജുർവേദ ശാഖയിൽപ്പെട്ടവരൊക്കെ യാജ്ഞവൽക്യ മഹർഷിയെ ഗുരുനാഥനായി തന്നെയാണ് കാണുന്നത്. അവരെല്ലാവരും യാജ്ഞവൽക്യ മഹർഷിയുടെ അവതാര ദിനമായി കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദ്വാദശി ദിനത്തിൽ യാജ്ഞവൽക്യ മഹർഷിയുടെ അവതാര ദിനം ആഘോഷിച്ചു വരുന്നു. ഇപ്പോഴും അത് തുടർന്നു വരുന്നു. നമ്മൾക്കും യാജ്ഞവൽക്യ മഹർഷിയുടെയും ഗുരുപരമ്പരയുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മഹിമകൾ അറിയാം വിധം, ഇത് വളരെ ചുരുക്കമാണിത്, ധാരാളമുണ്ട്, പറഞ്ഞാൽ തീരില്ല. എങ്കിലും വളരെ ഒരു ആമുഖം എന്ന രീതിയിൽ ഒരു ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മഹിമകൾ. നമുക്ക് യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ പരിപൂർണമായും നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആയിരക്കണക്കിന് ശിഷ്യന്മാർക്ക് ലഭിച്ച അനുഗ്രഹത്തിൻ്റെ ഒരംശം നമ്മൾക്കേവർക്കും ലഭിക്കുവാനായി ആ മഹായോഗിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കാം. ഗുരുചരണാഭ്യാം നമോ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.